വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കോമൺ ആയിട്ടുള്ളൊരു വ്ളോഗല്ല ഷെയർ ചെയ്യുന്നത്. ഇന്ന് വേറൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഇനിയിപ്പം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുമ്പം പലരും മനസ്സിൽ ഉണ്ടാവും ഇതൊക്കെ കൂടി എവിടെ കൊണ്ടുവെക്കുക, ഇഷ്ടത്തെ കുറേ ബിസിനസ് ആയല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ. ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാത്തിനും ഡിഫറെൻറ്റ് പാർട്ട്നേഴ്സാണ്. പിന്നെ ഇപ്പോൾ 4ാമത്തെ ബിസിനസ്സാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാം ഓൺലൈൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ആദ്യം പറയാം, ഐഷാസ് സാരി സ്റ്റുഡിയോ. ഞാൻ യൂട്യൂബിലാവും ഈ ഒരു വീഡിയോ ഫസ്റ്റ് ഇടുന്നതെന്ന് വിശ്വസിക്കുന്നു, ആയിരിക്കും. കാരണം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പോസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യുക. അത് വേറൊന്നും കൊണ്ടല്ല, യൂട്യൂബാണ് എന്നെ ഈ ഒരു നിലയിൽ എത്തിച്ചിട്ടുള്ളത്. യൂട്യൂബിലുള്ള നമ്മുടെ കുറേ ഉമ്മമാരുടെ പ്രാർത്ഥന എല്ലാം തുടർന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഐഷാസ് സാരി സ്റ്റുഡിയോൻ്റെ ലോഞ്ചിങ് ചിലപ്പം എന്താ പറയുക, ഇൻസ്റ്റഗ്രാമിലായിരിക്കും ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ അനൗൺസ് ചെയ്യുകയാണ് നമ്മൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇതിപ്പം ഐഷാസിൻ്റെ 4ാമത്തെ ഒരു ഓൺലൈൻ ബിസിനസ്സാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് ഐഷാസ് മോഡസ്റ്റ് ആയിരുന്നു. അത് നല്ല രീതിയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ നാട്ടിൽ വന്നപ്പം UAE-യിലായിരുന്നു എൻ്റെ പ്രോഡക്ട്സും സാധനങ്ങളും എല്ലാതും ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം അത് നിർത്തിവെച്ചിട്ടുണ്ട്. എന്തായാലും അത് റീലോഞ്ച് ചെയ്യും ഇൻഷാ അല്ലാഹ്. എൻ്റെ പാർട്ട്ണർ UAE-യിലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെ നിന്നുകൊണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ രണ്ടാമതായിട്ട് ഐഷാസ് കാർട്ട്, പിന്നെ റോസ് ഹെർബൽസ്. ഇതിപ്പോൾ 4ാമത്തെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഐഷാസ് സാരി സ്റ്റുഡിയോ. പേര് ഐഷാസ് എന്ന് പേരിടാൻ കാരണം എന്താ പറയുക, ഞാൻ ആദ്യം വിചാരിച്ചു സാരി സ്റ്റുഡിയോയ്ക്ക് വേറൊരു പേരിടാമെന്ന്. പക്ഷെ എങ്ങനെ നോക്കിയിട്ടും ആ ഐഷാസാണ് അതിൽ ബാക്കിലൊരു ഇത് വരുന്നത്. അപ്പോൾ പിന്നെ അതെന്നെ ആക്കാൻ വിചാരിച്ചു. ഇപ്പം ഇത് കാണുമ്പോൾ പലരും വിചാരിക്കും ഈ ഐഷാസ് തന്നെ നിങ്ങൾ ആ പേര് തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത്. ഞാൻ ചൂസ് ചെയ്യുന്നതല്ല. എനിക്ക് എല്ലാത്തിനും ഡിഫറെൻറ്റ് പാർട്ട്നേഴ്സാണ്. അപ്പം അവരെന്നെ ചൂസ് ചെയ്യുന്നതാണ് ഈ പേരിടാം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പം നമ്മുടെ പേജിൻ്റെ പേര് ഐഷാസ് സാരി സ്റ്റുഡിയോ. ഇനി ഐഷാസ് സാരി സ്റ്റുഡിയോയിൽ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളത്, സാരി ആയിരിക്കും മെയിൻ ഫോക്കസ്. ഓക്കെ, സാരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാരി അതായത് പല സ്ഥലത്തുനിന്നും നമ്മൾ മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്തു നിന്നും അങ്ങനെയൊക്കെ കുറച്ച് കളക്ഷൻസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനിയും പല സ്ഥലത്തുനിന്നും പല വെറൈറ്റീസ് കൊണ്ടുവരാനാണ് പ്ലാൻ. അപ്പോൾ എൻ്റെ പാർട്ട്നേഴ്സ് അതിൽ കുറച്ച് മിടുക്കുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ അവർ അത്യാവശ്യം നല്ല കളക്ഷൻസ്, പാർട്ട്നേഴ്സൊക്കെ ഞാൻ പിന്നീട് വീഡിയോസിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി സാരി ഉടുക്കുന്ന ആൾക്കാരാണ് പാർട്ട്നേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിനും കുട്ടികൾക്കും മീൻസ് ഒരു കോളേജിൽ പോകുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ഉമ്മമാർക്കും എല്ലാവർക്കും ഫങ്ഷനൊക്കെ എല്ലാത്തരം സാരികളും നമ്മൾ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെന്താ, ഇതൊക്കെ തന്നെ. അപ്പോൾ നമ്മളെ സാരി സ്റ്റുഡിയോ, ഐഷാസ് സാരി സ്റ്റുഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വേറെ പറയാനുള്ളത്, ഞാൻ ഐഷാസ് മോഡസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത സമയത്ത് അത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന് മാത്രം പറ്റുന്നതായിരുന്നു. അതായത് മോഡസ്റ്റ് വിയേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഇതായിരുന്നു. ഇതിപ്പോൾ സാരീസ് മോഡസ്റ്റ് രീതിയിൽ നമുക്ക് സാരീസ് എടുക്കാം. കാരണം മുസ്ലിംസ് ആണെങ്കിലും നോൺ മുസ്ലിംസ് ആണെങ്കിലും എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസ് മീൻസ് ഒരു സംഭവം. അതായത് നോൺ മുസ്ലിംസിനും മുസ്ലിംസിനും നമ്മളെ വ്യൂവേഴ്സ് ഉണ്ട്. മീൻസ് വ്യൂവേഴ്സിൽ മുസ്ലിംസും നോൺ മുസ്ലിംസും ഉണ്ട്. അപ്പോൾ അവർ സാരി ഉടുക്കുന്നവർക്ക് എന്തായാലും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ സാരി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്യാൻ കാരണം. ഓക്കെ, മോഡസ്റ്റ് വെയർസ് ആകുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് മാത്രമല്ലേ. പിന്നെ ഉമ്മമാർക്കൊന്നും മോഡസ്റ്റ് വെയർസ് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം ഉമ്മമാർക്കും ഇനി സാരി എടുക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. അതുപോലെ അബായസിൻ്റെ ഉള്ളിലൊക്കെ പലരും സാരി ഉടുക്കാറുണ്ട് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പം. അപ്പോൾ അങ്ങനെയുള്ളവർക്കും യൂസ് ചെയ്യാം. പിന്നെന്താ, മോഡസ്റ്റ് രീതിയിൽ നമുക്ക് സാരീസ് ഉടുക്കാം. ഫുൾ സ്ലീവും ഹൈനെക്കും ഹിജാബും ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് സാരീസ് എടുക്കാം. അപ്പോൾ മോഡസ്റ്റ് രീതിയിൽ ഞാൻ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് സാരിയിൽ മാത്രമല്ല ബ്ലൗസിലുമാണ്. ബ്ലൗസ് കുറച്ച് വെറൈറ്റി രീതിയിൽ ബ്ലൗസൊക്കെ റെഡിയാക്കിയിട്ട് മോഡസ്റ്റ് വെയർ ഇടുന്ന രീതിയിൽ സാരിയിൽ റെഡിയാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒക്കെ വഴിയേ വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് സാരിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. പല വെറൈറ്റി സാരികളാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഫസ്റ്റത്തെ ബാച്ച് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ലിനൻ കോട്ടണിന് വരുന്ന ഒരു നല്ലൊരു കളക്ഷനാണ്. അപ്പോൾ ഇതിൽ ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ. അതായത് ഇത് ഗ്രീൻ, ഇവിടെ ബോർഡർ യെല്ലോക്ക് പകരം പിങ്ക്, ഒരു റാണി പിങ്ക് വരുന്ന ഒരു സാരിയും കൂടി ഉണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാൻ വിട്ടുപോയതാണ്.
പിന്നെ ഇതാണ് ലിനൻ കോട്ടണിൽ വരുന്ന നമ്മളെ ഫസ്റ്റത്തെ കളക്ഷൻ കേട്ടോ. ഫസ്റ്റ് ഡിഫറെൻറ്റ്, ഇതിലെല്ലാത്തിനും ഡിഫറെൻറ്റ് പ്രിൻറ്റുകളാണ് വരുന്നത്, നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ കളേഴ്സ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇതെല്ലാം ഒരേ ക്ലോത്താണ്, ലിനൻ കോട്ടണിൽ വരുന്ന ഒരേ മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇവിടെ ടെസൽസ് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ പല്ലു, മുന്താണി ഇതാ ഇങ്ങനെ വരുന്നത്. ഞാൻ ഇതിൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ബ്ലൗസ് പീസ് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് ഇതിൻ്റെ അകത്താണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതായിരിക്കും. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഒന്ന് നിർത്തി കാണിച്ചു തരാം. ഞാനിതെല്ലാം വെയർ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് പ്ലെയിൻ ഒരു ഇന്നർ വെച്ചിട്ടാണ് കേട്ടോ. ഇതിനൊന്നും ബ്ലൗസ് തയ്ച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതാണ്, ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്, അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ ബ്ലൗസ് പീസ് വെച്ചിട്ട് ഇത് പെയർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് വരുന്നത്. അടിപൊളി ലുക്കാവും. ഓക്കെ, ഇതൊക്കെ ഉടുത്ത വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ. ഞാൻ ഇതൊക്കെ ഉടുത്തിട്ടുണ്ടായിരുന്നു. പ്ലെയിൻ ഒരു ഇന്നർ വെച്ചിട്ടാണ് ഇതൊക്കെ ഉടുത്തത്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഒന്ന് കാണിച്ചു തരാം. ഞാനങ്ങനെ സാരി ഉടുക്കുന്ന ആളൊന്നുമല്ല, പക്ഷേ ഇതൊക്കെ എടുത്തപ്പോൾ ഭയങ്കര ഫ്ലോയി ആയിട്ട് നല്ല കംഫർട്ടബിളായിട്ട് തോന്നി എനിക്ക്. നല്ലൊരു ക്ലോത്താട്ടോ അത്. ഫങ്ഷൻസിനൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ക്ലോത്താണേ. അങ്ങനെ എല്ലാ ഒക്കേഷൻസിനും അല്ല, ഫങ്ഷൻസിനൊക്കെ എടുക്കാൻ പറ്റുന്നത്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. ഓക്കെ, നല്ല കോൺട്രാസ്റ്റ് കളറായിരിക്കും. ഈ ചെറിയ പ്രിൻ്റൊക്കെ വരുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ബ്ലൗസ് പീസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഹൈനെക്കും ഫുൾ സ്ലീവൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ അടിപൊളിയാവും. അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു റെഡാണ് കേട്ടോ. അത് റെഡിൽ ഇങ്ങനെ അത്യാവശ്യം നല്ല വീതിയുള്ള ബോർഡറാണ്. ശരിക്കും ഇത് ഉടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ. കാണുന്ന പോലെയല്ല. ഞാനിത് കണ്ടപ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് എനിക്ക് തോന്നി, മീൻസ് ഭയങ്കര വർക്കാണെന്നൊക്കെ തോന്നി. പക്ഷെ ഇത് ഉടുത്തപ്പോൾ എന്തൊരു ഭംഗിയായിരുന്നു അറിയോ. എനിക്കെന്നെ എന്നെ നോക്കിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തോന്നിയത്. അത്രയും നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ കൊടുക്കുക ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പല്ലു, മുന്താണി, പിന്നെ ഇവിടെ ടെസൽസ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ്, ഓക്കെ, ഇതിൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണെന്ന് തോന്നുന്നു. അതെ, ബ്ലൗസ് ഇതിൽ വർക്കൊന്നും വരുന്നില്ല, സിമ്പിളായിട്ട് ഇവിടെ ചെറിയൊരു ബോർഡർ വരുന്നിട്ട് ബ്ലാക്കിലാണ് വരുന്നത് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്തത് അതിൻ്റെ ഒരു ക്രീമും വൈറ്റും കൂടിയാണ് കേട്ടോ. ക്രീം ഞാൻ ഉടുത്തിട്ട് വീഡിയോ എടുത്തിട്ടില്ല, ബട്ട് അതിൻ്റെ വൈറ്റ് ഉടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടിനും ബോർഡർ ഈ ഒരു കളറ് വരുന്നത്. ഇത് വൈറ്റ്, ഇത് ക്രീം കേട്ടോ. പക്ഷെ രണ്ടും രസമുണ്ട്. ഏതാ ഭംഗി എന്ന് വെച്ചാൽ രണ്ടും ഭംഗിയുണ്ട്. ഒന്നും എനിക്ക് എടുത്ത് പറയാൻ. ഇത് ഞാൻ ഉടുത്തിട്ടുള്ള വീഡിയോ ഉണ്ട്, ഇത് ഞാൻ ഉടുത്തിട്ടില്ല. ഇതിൻ്റെ ബ്ലൗസ് പീസ് കാണിച്ചു തരേ. ഇതാണ് മുന്താണി വരുന്നത്, ഇതാണ് ബ്ലൗസ് പീസ്. ഈ ഒരു പോർഷനാണ് ബ്ലൗസ്. ഞാനിത് ബ്ലാക്കിലോട്ടാണ് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും കൂടി വരുമ്പം നല്ലൊരു കോൺട്രാസ്റ്റ് ലുക്ക് വരും, അടിപൊളിയാവും കേട്ടോ. നല്ല അട്രാക്ഷൻ വരും ഇതും കൂടി ആകുമ്പോൾ. ഈ ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ, ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് ആ കളറ്. ഒരു ഗ്രീനിൽ ആ സെയിം പാറ്റേൺ വരുന്നത്. പിങ്ക്, റാണി പിങ്കാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇത് നല്ല ഭംഗി ഉണ്ടാവും എടുത്ത് കണ്ടാൽ. ഇതിൻ്റെ ഗ്രീനും യെല്ലോയും കൂടി ഉള്ളതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെ തന്നെ. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതാ വരുന്നത്. നമ്മളിതെല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടാണ് ഫസ്റ്റത്തെ സെയിലായതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ സാരി ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഹോൾസെയിൽ കിട്ടുന്നതിലും കുറച്ചുകൂടി എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് എടുക്കാൻ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെറിയൊരു എമൗണ്ട് കൂടി കൂട്ടിയിട്ട് മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നെ അടുത്ത സെറ്റ് ഈ ടിഷ്യൂ സിൽക്കിൽ വരുന്ന സാരീസാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ളൊരു സാരിയാണ് ഇത്. ഞാൻ ബ്ലാക്ക് കൊടുത്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ കാണുമ്പം ഈ ഒരു സിൽവർ കളറാണ് മെയിൻ എന്ന് വിചാരിക്കും. പക്ഷേ ഈ സിൽവർ കളർ നമ്മളെ മുന്താണിയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഫുൾ നമ്മളെ ബോഡി മൊത്തത്തിൽ ബ്ലാക്കാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ അത് ഞാൻ വീഡിയോ ഇതിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഇതിൽ ബ്ലാക്കും സിൽവറും മുന്താണി വരും. പിന്നെ ഇതിൽ റെഡ്, ഇത് മൊത്തം റെഡ് ആയിരിക്കും വരുന്നത്. സിൽവർ മുന്താണി, ഇത് ഈ ഒരു കളറ് മൊത്തം വരും, ഇത് ഈ കളറ് മൊത്തം വരും, ഇത് ഈ കളറ് മൊത്തം വരും. അതുപോലെ തന്നെ ഒരു സ്കൈ ബ്ലൂവും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. അങ്ങനെ 6 കളേഴ്സാണ് ഈ ഒരു പാറ്റേണിൽ, ഈ ഒരു ടിഷ്യൂ സിൽക്ക് സാരിയിൽ വരുന്നത്. അപ്പം
ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം. ഓർഡർ ചെയ്യാൻ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ഇതൊന്ന് ഔട്ട് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു അടിപൊളി സാരിയാണ് കേട്ടോ. എന്താ പറയുക, ഇതിപ്പോൾ ഓണം ഒരു അറ്റയർ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ബട്ട് ഇതല്ലാത്ത സമയത്ത് നമുക്കൊരു ഇതിൻ്റെ കൂടെയുള്ള ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു തരാം. ആ ഒരു പ്രിൻറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വൈറ്റിലാണ് ഇത് വരുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് ഉടുത്ത് കാണുമ്പോഴാണ് അത് ഭംഗി വരിക. ഞാൻ പ്ലെയിൻ ബ്ലാക്കിൻ്റെ കൂടെയാണ് ഇത് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ഒരു ലിനൻ കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ പേര് തന്നെ ഒരു സഹേലി എന്നോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് വന്നു കേട്ടോ. സാരീനെ പറ്റി വല്ലാണ്ട് എനിക്ക് അറിയില്ല. അത് അറിയുന്നവരാണിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, എൻ്റെ പാർട്ട്നേഴ്സ്. അപ്പം ഇതിലും ടെസൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു താമരയൊക്കെയാണ് വരുന്നത് കേട്ടോ. നല്ല രസം, നല്ലൊരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതും കൂടി പെയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ബ്ലൗസ് പീസൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ആ സാരി ഉടുത്തൊക്കെ ഒന്ന് കാണണ്ടേ. എനിക്ക് സാരി ഉടുപ്പിച്ച് തന്നതാണ് കേട്ടോ. സാരി ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വല്ലാണ്ട് അറിയാത്തതുകൊണ്ട് സാരി ഉടുക്കാനും മേക്കപ്പും ജസ്റ്റ് ഒരു മേക്ക് ഓവറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ലൂക്ക ലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടി സലൂണ്, ലേഡീസ് സലൂണാണ്. നമ്മൾ തിരൂർ വയലത്തൂരില്ലേ, ഞങ്ങളുടെ തൊട്ടടുത്താട്ടോ ഈ ഒരു സലൂണ് വരുന്നത്. അവിടെ ഇത്രയും അടിപൊളി സലൂൺ ഉണ്ടെന്നുള്ളത് ഞാനിപ്പോഴാണ് അറിഞ്ഞത്. അപ്പം നമ്മൾ ഒരു റിലേറ്റീവിൻ്റെ കെയർ ഓഫ് മേലാണ് എനിക്ക് ഈ ഒരു ഇവരെ പറ്റി അറിഞ്ഞത് കേട്ടോ. അപ്പം അവർ വീട്ടിലോട്ട് വന്നിട്ട് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഹാപ്പി, കാരണം നമുക്ക് ഒത്തിരി സാരീസ് വീഡിയോ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സാരിയിലോട്ടും നമ്മളൊരു ഇന്നറാണ് ഇട്ടിട്ടുള്ളത്. കാരണം ഓരോ സാരിയിലോട്ടും ഓരോ ബ്ലൗസും റെഡിയാക്കലും അതിടലും അതിനൊക്കെ സമയം വേണ്ട. ഇതന്നെ ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഇരുന്നിട്ട് വൈകുന്നേരം വരെ ഈ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമുക്ക് അത് മീൻസ് ഈ ഒരു മേക്കപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴേ എനിക്ക് കുറേ സാരീൻ്റെ വീഡിയോസ് എടുക്കാൻ തോന്നിപ്പോയി. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ കണ്ണിൽ ഇത്രയും ഹൈലൈറ്റൊക്കെ ചെയ്തിട്ട് ഉള്ളൊരു മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. കണ്ണെന്ന് പറയുമ്പം ലെൻസൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ലെൻസ് വെക്കാനൊക്കെ അവർ പറഞ്ഞു. പിന്നെ ഓൾറെഡി കണ്ണിന് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആണ്. അപ്പോൾ പിന്നെ അത് മതി, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, അങ്ങനെ ഓവറാക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ലൈറ്റ് മേക്കപ്പ് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കണ്ണിൻ്റെ അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് തന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ചേഞ്ച് എനിക്ക് തന്നെ തോന്നി. പിന്നെ എന്താ പറയുക, നമ്മൾ ഒരു പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം ഞാനാണെങ്കിൽ അവരോട് പറയുമായിരുന്നു ലൈറ്റായിട്ട് ചെയ്താൽ മതി, കാരണം അവരും ബ്രൈഡൽ മേക്ക് ഓവറൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഇത് പുതിയ സലൂണാണ് കേട്ടോ. അപ്പം പേര് മറക്കണ്ട, ലൂക്ക ലിയ, നമ്മളെ തിരൂർ വയലത്തൂർ ബൈപ്പാസ് റോഡിലാണ്. ഞാൻ നമ്പറൊക്കെ കൊടുക്കുക ഇതിൻ്റെ കൂടെ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ടീമാണ്. കാരണം ഭയങ്കര സിമ്പിളായിട്ട് മേക്കപ്പ് അതിനോടൊപ്പം സിമ്പിളാക്കിയിട്ട് തന്നെ തന്നു. എന്നാൽ അത് ഓവറാക്കാണ്ട് നല്ലൊരു ലുക്കിൽ തന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ചേഞ്ച്. ഇപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്യാത്തൊരു ലുക്കാണ് കുറച്ച് നേരത്തെ കണ്ടത്. ഇതിപ്പോൾ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കണ്ടാൽ മനസ്സിലാവും. ആദ്യം ഞാൻ സാരിയൊക്കെ കൊടുത്തിട്ട് സാരി കയ്യിൽ പിടിച്ചിട്ട് ഇവിടെ സലൂണിൽ പോയിട്ട് ഡ്രസ്സ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു സാരി ഉടുത്ത് അങ്ങോട്ടേക്ക് പോയി ഓരോ സാരിക്കും അവിടെ പോയി ഇങ്ങോട്ടൊക്കെ വരണ്ടേ. അപ്പോൾ അവരിങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ എനിക്കും കംഫർട്ടബിളാണ്. പിന്നെ ഇക്ക അവിടെ വീട്ടുണ്ടായിരുന്നില്ല. ഇക്കക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇക്ക ട്രീറ്റ്മെൻറ്റിലായതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വരാൻ പാടില്ല. അപ്പം ഇക്ക വീട്ടിലില്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വേഗം ഇങ്ങോട്ടേക്ക് അവർ വന്നോട്ടെ എന്ന്. പിന്നെ കുഴപ്പമില്ലല്ലോ ആ ഒരു സമയത്തായതുകൊണ്ട്. ഇക്ക കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഷൂട്ടും കഴിയണം. അങ്ങനെ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ലാസ്റ്റത്തെ വ്ളോഗിൽ ഞാൻ ഇക്കാൻ്റെ ഇൻഫെക്ഷൻ വരാൻ പാടില്ല, ഗസ്റ്റുകളൊന്നും അലൗഡല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കണമല്ലോ, അങ്ങനെ എന്തൊക്കെയോ ഒരു കമൻസ് കണ്ടു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ മനഃപൂർവ്വം പറഞ്ഞ മാതിരിയായിപ്പോയി ആ പറച്ചിൽ. ആളുകൾ പല രീതിയിലും എടുക്കും പറയുമ്പോൾ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കെയർ ചെയ്യുന്ന രീതിയിലാണ് ഞാനത് പറഞ്ഞത്. പിന്നെ ഞാൻ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും കെയർഫുൾ ആവുമല്ലോ. ഓക്കെ. പിന്നെ എനിക്ക് ഓൾറെഡി ഇപ്പം പനിയുണ്ട്. അത് വൈറൽ ഫീവർ അല്ല, ഞാൻ മരുന്ന് കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ മഴ കൊണ്ടുകൊണ്ടുള്ള പനിയാണ്. അങ്ങനെ പിന്നെ അതൊക്കെ ഇങ്ങനെ എടുത്ത് പറയുമ്പോൾ ഞാനിപ്പോൾ എന്താ അതിനൊക്കെ പറയുക. വരാനുള്ളത് വഴി തങ്ങൂല, പക്ഷെ നമ്മളെ ഭാഗത്തുനിന്ന് ഒരു കെയർ വേണ്ടേ. അത് എങ്ങനെയപ്പോൾ ഞാൻ എന്താ പറയുക, അത് വിട്.
നമുക്കിനിയിപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട. ലാസ്റ്റത്തെ വീഡിയോയിൽ കുറേ കമൻറ്റ്സ് അങ്ങനെ കണ്ടു. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കൗണ്ടർ പറയണമെന്ന് വിചാരിച്ചിട്ട് പറയുകയാണെന്ന് തോന്നുന്നു. നമ്മളുടെ ആ ഒരു സിറ്റുവേഷനാണ് പറയണത്. മറ്റുള്ളവരെന്താ ചെയ്യണത് അതിന് എന്തെങ്കിലും കൗണ്ടർ പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് എനിക്ക് അങ്ങനെ വിശദീകരിച്ച് പറയാനും പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ മനസ്സിലാവാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് ടു നമ്മുടെ മേക്കപ്പിലോട്ട് കിടക്കാം. ഇതൊക്കെ എനിക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നതാണ്. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു മിതമായിട്ട് മതി, ഓവറാക്കിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങനത്തെ ലുക്ക് വരുത്തുന്നുണ്ടാകുന്നു. പക്ഷെ എന്നാലും എനിക്ക് മിതമായിട്ട് ചെയ്തതാണെങ്കിലും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഭയങ്കര മുഖത്തിന് ഭയങ്കര ഡിഫറൻസ് എനിക്ക് തോന്നി. ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. പിന്നെ അപ്പം വയലത്തൊരു ഭാഗത്തുള്ളവർ അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് വരാൻ പറ്റുന്നവരൊക്കെ ലൂക്കാലിയ അവിടേക്കൊന്ന് പോയി നോക്കൂ. ഇങ്ങനെ ബ്രൈഡൽ മേക്ക് ഓവറിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ സലൂണാണ് കേട്ടോ. അപ്പോൾ അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ല ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയാണ് എൻ്റെ ഫേസ് മാറാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഐ ഷാഡോ അല്ലെങ്കിൽ കണ്ണിന് ഐലൈനർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ നിർത്തിയിട്ട് യൂസ് ചെയ്ത ആൾ തന്നെയായിരുന്നു. നിർത്തിയിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ എൻ്റെ കണ്ണിലത് വെച്ചപ്പോൾ എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം പൊട്ടുന്നുണ്ട് താഴേക്ക്. കാരണം എനിക്ക് കണ്ണിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല, കുറേ കാലമായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ. പക്ഷെ അത് ചെയ്തപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോഴേ എനിക്ക് ഒരു ഇഷ്ടം, കണ്ണ് വേറൊരു ലുക്ക് തോന്നിയ പോലെ തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് നോക്കി നിൽക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. അപ്പം മേക്ക് ഓവർ ചെയ്ത് തന്ന് അവരോട് താങ്ക്സ് പറഞ്ഞില്ല. പിന്നീട് ഇതിങ്ങനെ കണ്ടപ്പോഴാണ് എനിക്കിഷ്ടമായതും. ഞാൻ അപ്പം കണ്ട് നമ്മൾ ഓരോ സാരി എടുക്കണമല്ലോ അതെടുക്കണമല്ലോ കുറേ പണിയുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം കണ്ട് നിൽക്കുന്നവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ട്, നല്ലൊരു വേറൊരു ലുക്കായിപ്പോയി എന്നൊക്കെ. പിന്നെ ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇത് വിശദീകരിച്ച് പറയണ്ടല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ റൂയി മോള് ഇത് കണ്ടപ്പോൾ റൂയി മോൾക്ക് ഒരു മേക്ക് ഓവർ വേണമെന്ന് ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. അതായത് മേക്ക് ഓവറല്ല, അവൾക്ക് കുറേ ദിവസമായി ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ ആ പാട്ടില്ലേ അത് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഇവർ ഓൾറെഡി വന്നല്ലോ, അപ്പോൾ ഇവർ പറഞ്ഞു നമ്മൾ ചെയ്തു തരാം, നമ്മൾ അവൾക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവളെയും കൂടി ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ പിന്നെ ഊഞ്ഞാലൊക്കെ ഇട്ടു പുറത്ത്, അത് ഇക്ക ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുമ്പോൾ ഊഞ്ഞാലൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റോയിമോൾക്ക് അവർ വരികയാണെങ്കിൽ റോയിമോൾക്ക് അതൊന്ന് ആക്കിയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. കുട്ടികളല്ലേ, കുട്ടികൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ. ഓൾറെഡി നമ്മൾ വീഡിയോ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പം ആ പാട്ടൊക്കെ റെഡിയാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അവരിത് ആ മുടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. റോയിക്ക് ഇങ്ങനെയൊന്നും മുടി ഞാൻ കെട്ടി കൊടുക്കാറില്ല, അപ്പോൾ അവർ കെട്ടിയപ്പം ഒരു ഡിഫറെൻ്റായിട്ട് തോന്നി. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് കണ്ടോ, ലിപ്സ്റ്റിക്ക് കുറച്ച് ഓവറായി തോന്നുന്നുണ്ട്, പക്ഷെ എന്നാലും രസമുണ്ട്. കുറച്ചൊരു ഇതല്ലേ, നമ്മളൊരു ഷൂട്ടിനൊക്കെ പോവല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് കാര്യമായിട്ടാവാം. ബ്ലഷ് ചെയ്തൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ പറഞ്ഞില്ലേ മുമ്പത്തെ വീഡിയോ ഞാൻ തന്നെ പറഞ്ഞത്, എന്നെ കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെ നോക്കി നിൽക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയില്ല, അങ്ങനെ. അപ്പം റോയിക്ക് പട്ടുപാവട ഒക്കെ അത് ഷെഹർബാൻ കൊണ്ടുവന്ന കേട്ടോ. പട്ടുപാവട ടോപ്പൊക്കെ അവൾ വരുമ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നാണ്. ഓക്കെ, അപ്പോൾ റോയിൻ്റെ ഒരു ഫൈനൽ ലുക്കൊന്ന് കണ്ടു നോക്കാം. റോയിക്കും ചെറുതായിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ആരൊക്കെയോ പറഞ്ഞിരുന്നു മക്കൾക്ക് ചെയ്ത് കൊടുക്കരുത്, ശരിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സാരിയിലോട്ട് കിടക്കാം കേട്ടോ. ഇതാണ് ടിഷ്യൂ സിൽക്കിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ കുറേ കളേഴ്സുള്ള സാരി കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഒരു സാരി എടുത്തിട്ട് അതിൻ്റെ ബാക്കി കളേഴ്സ് കാണിക്കാൻ വിചാരിച്ചു. ബ്ലാക്ക് അല്ല എൻ്റെ ബ്ലൗസ്. അപ്പം സാരി നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ബ്ലാക്ക് ലൈൻസ്, ബ്ലാക്കിൽ ഒരു സിൽവർ ലൈൻസൊക്കെ വന്നിട്ട് ആ മുന്താണീൻ്റെ ഭാഗത്ത് മാത്രമേ ആ ഒരു സിൽവർ വരുന്നുള്ളൂ. നല്ല രസമുണ്ട് അത്. ശരിക്കും ആ ബ്ലൗസ് അതിൻ്റേതായ ബ്ലൗസൊക്കെ അടിച്ചിടുമ്പോൾ നല്ല ലുക്കാവും. ഞാൻ ഇന്നറായിട്ടിട്ടുള്ളത്. പിന്നെ സാരിക്ക് നല്ല ഒതുങ്ങി നിൽക്കുന്ന സാരി തന്നെ കേട്ടോ. ഞാൻ ഫസ്റ്റ് ഈ ഒരു സാരി എടുത്തുകൊണ്ട് എനിക്ക് ഒരു കംഫർട്ടബിൾ കുറവുണ്ടായിരുന്നു. അതായത് ഞാൻ സാരി ഉടുക്കുന്ന ആളല്ലാത്തതുകൊണ്ടുള്ളൊരു കംഫർട്ടബിൾ കുറവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു സാരി. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ കളേഴ്സ് ഞാൻ നേരത്തെ കാണിച്ചു. ഫസ്റ്റ് നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ലേ, മെറൂണ്, ബ്ലൂ, സ്കൈ ബ്ലൂ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കാനും വേറൊരു കുട്ടീനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഷെഹർബാനും ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടിയാണ് വീഡിയോ എടുക്കുന്നത്. യൂട്യൂബിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും ഒക്കെ ഒരു കഥയായിരുന്നു. അവിടെ ഫുള്ള് ആളുകളായിരുന്നു അന്നത്തെ ദിവസം.
ഇനി അടുത്ത നമുക്ക് വീഡിയോ ഇടാനുള്ള സാരികളാണ് ഇതൊക്കെ കേട്ടോ. റൂയി അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സാരീൻ്റെ ഒരു ഫൈനൽ വീഡിയോസൊക്കെ കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് നമുക്ക് വീഡിയോ ഷൂട്ടിന് വേണമല്ലോ, അതായത് സാരീൻ്റെ വീഡിയോക്ക് വേണമല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തു. നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല ഒരു ടിഷ്യൂ സിൽക്ക് സാരിയാണ്. വേണ്ടവർക്ക് ഞാൻ നമ്പർ കൊടുക്കാം, വാങ്ങിച്ചോളൂ കേട്ടോ. കളേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. പിന്നെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എനിക്ക് ഡീറ്റെയിൽസൊക്കെ തരുന്നതായിരിക്കും കേട്ടോ. സാരി ഉടുക്കാനും മേക്കപ്പ് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ ആൾക്കാരുണ്ടാകുമ്പോൾ രസമാണ്. നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ മതി, വേറെ പണിയൊന്നുമില്ല. മറ്റേത് ഞാൻ തന്നെ സാരി എടുക്കണം, ഞാൻ തന്നെ മേക്കപ്പ് ചെയ്യണം, ഞാൻ തന്നെ എന്താ പറയുക വീഡിയോ എടുക്കണം, അത് നോക്കണം, അങ്ങനെയൊക്കെ ആകുമ്പോഴേ. ഈ ഒരു സാരി ഉണ്ടാവും, ഇതാണ് നമ്മളെ ലിനൻ കോട്ടണിന് വരുന്ന ഫസ്റ്റ് കാണിച്ച സാരി. നല്ല ഫ്ലോയി സാരിയാണ്. എന്താ പറയുക, ഒരു ഫങ്ഷനൊക്കെ ഉടുക്കാൻ പറ്റിയ അടിപൊളി സാരി കേട്ടോ. ഞാൻ ബ്ലാക്ക് ബ്ലൗസാണ്, ബ്ലാക്കാണ് ഇന്നറാണ് ഇട്ടിട്ടുള്ളത്. ഇതിലോട്ടും ബ്ലൗസ് പീസ് ബ്ലാക്ക് തന്നെയാണ്. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ് കാണിച്ചില്ല അത്. അതിലും കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. നല്ലൊരു എന്താ പറയേണ്ടതെന്ന് അറിയില്ല, നല്ല ഫ്ലോയാണ്. ഇട്ട് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാരി കേട്ടോ. അങ്ങനെ പൊങ്ങി കിടക്കുന്ന സാരി അല്ല അത്. നല്ല രസമുണ്ട്. അതിൻ്റെ വൈറ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു ഓഫ് വൈറ്റുണ്ട്, ഞാൻ നേരത്തെ കാണിച്ചു. അതിൻ്റെ 2 കളേഴ്സും ഞാൻ വൈറ്റാണ് എടുത്തത്. എല്ലാത്തിലോട്ടും ബ്ലാക്ക് ഹിജാബാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഓരോന്നിലോട്ടും ഹിജാബൊക്കെ മാറ്റിയിടണമെങ്കിൽ കുറേ പണിയാണ്. അപ്പോൾ മടി കാരണം എല്ലാത്തിലോട്ടും ബ്ലാക്ക് ഇട്ടത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റേതായിട്ടുള്ള കളർ ഇടുകയാണെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവ് ആവും കേട്ടോ. മുന്താണിയൊക്കെ നല്ല സിമ്പിളാണ്. ശരിക്കും ഈവനിങ് ഫങ്ഷനും അല്ലെങ്കിൽ കല്യാണ ഫങ്ഷൻ, റിസപ്ഷൻ, അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാരി കേട്ടോ. അപ്പം ബോർഡർ കണ്ടില്ലേ, പല്ലു അല്ല മീൻസ് അതിൻ്റെ ടെസൽസ്, പിന്നെ ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കുട്ടി അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റത്തെ ഷൂട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ശരിയായിക്കോളും. ഞാൻ മോഡസ്റ്റ് വെയറിൻ്റെ വീഡിയോസ് എല്ലാം എടുത്തിട്ടുള്ളൂ, ഇങ്ങനത്തെ വീഡിയോസ് എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പം കുറച്ചൊക്കെ ഞാനിങ്ങനെ എടുക്കും. പിന്നെ ഇനി സാരി കാണിച്ചിട്ടായിരിക്കും എടുക്കുക, എല്ലാം ഉടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ആവശ്യമുള്ളൊരു വേഗം കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ ഞാൻ പിന്നെ കമൻ്റായിട്ട് കൊടുക്കാം, മറക്കണ്ട. പിന്നെ ചിലർ സാരി ഇതുപോലെ ഇടുമല്ലോ, ഹിജാബൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഫുൾ കവേർഡായിട്ട്, അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്ന സാരി കേട്ടോ. അത്യാവശ്യം നല്ല നീളമുണ്ട് സാരിക്ക്. പിന്നെന്താ, പിന്നെ ഇതിൻ്റെ ഓഫ് വൈറ്റുണ്ട് കേട്ടോ. അപ്പോൾ മറക്കണ്ട. ഈ വീഡിയോ കംപ്ലീറ്റ് നമ്മുടെ സാരിയുടെ കളക്ഷൻസാണ് പറയണത്. അപ്പം ബോറടിക്കോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും വിശദമായിട്ട് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. യൂട്യൂബിൽ അതിന് ശേഷമായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ഫാമിലി ഉള്ളവർക്ക് എപ്പോഴും പരാതിയാണ്, നിങ്ങൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേനും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നുണ്ടല്ലോ. ഞാൻ പിന്നെ യൂട്യൂബിലൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇടാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആവും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അങ്ങനത്തെ പ്രശ്നം വേണ്ട, ആദ്യം യൂട്യൂബിലിടാം എന്നിട്ട് ഇൻസ്റ്റഗ്രാമിലിടാമെന്ന് വിചാരിച്ചു. ഇത് ഗ്രീനും യെല്ലോയും കൂടിയുള്ളൊരു കോമ്പിനേഷൻ കേട്ടോ. ഇതിൻ്റെ തന്നെ ഗ്രീനും റാണി പിങ്കും കൂടിയുള്ള കോമ്പിനേഷനുണ്ട്. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു. നല്ലൊരു ബ്ലൂവിൽ ഒരു കരിനീലയും ഈ ഒരു ബ്ലൂ, പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഇതൊക്കെ വേണ്ടവർക്ക് നമ്പർ ഞാൻ വീണ്ടും പറയാൻ കാരണം, വേണ്ടവരൊക്കെ ഞാൻ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും നമ്പറിൽ കോൺടാക്ട് ചെയ്യരുത്. കാരണം ഐഷാസ് സാരി സ്റ്റുഡിയോക്ക് പെർട്ടിക്കുലർ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്യുക, എന്നിട്ട് ഓർഡർ കൺഫേം ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പതിവ് പോലെ തന്നെ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, നിങ്ങളെല്ലാ എൻ്റെ ബിസിനസ്സിനും തന്ന സപ്പോർട്ടിന് ഈ സപ്പോർട്ട് പോലെ ഈ ഒരു ബിസിനസ്സിനും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയിൽ സപ്പോർട്ട് നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മളെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നു കേട്ടോ. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുമെന്ന് എനിക്കറിയാം, എന്നാലും പ്രത്യേകമായിട്ട് പറയാണ്. ഓക്കെ. ഇനി ഒരു സാരിയും കൂടി ഉണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇതാണ് അടിപൊളി സാരിയാണ്. ഇതും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി മൂവിങ് ആയിട്ടുള്ള എല്ലാവർക്കും വെറൈറ്റി ലുക്ക് തരുന്ന സാരീസ് തന്നെ ഫസ്റ്റ് തന്നെ ലോഞ്ചിങ്ങിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പിന്നെ ഈ ഒരു കളക്ഷൻ തന്നെ ഉള്ളൂ, ഈ ഒരു മോഡൽ തന്നെയുള്ളൂ, ഈ ഒരു പാറ്റേണിൽ. അപ്പം ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ബൈ.